അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് മാങ്ങ അച്ചാറാണ്. മാങ്ങ അച്ചാർ പല വിധത്തിലുണ്ടാക്കാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, സദ്യക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ മാങ്ങ അച്ചാർ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി ഇതിലേക്ക് 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ നല്ലെണ്ണയാണ് അച്ചാറിന് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ അച്ചാർ പെട്ടെന്ന് കേടുവരും. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടുക. അതിനോടൊപ്പം തന്നെ ഒരു നുള്ളു ഉലുവ ചേർക്കുക. കൂടുതൽ ചേർക്കണ്ട, ഉലുവ പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഒരു നുള്ളു ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 5 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും ചേർക്കണം. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റുക. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും 2 നുള്ളു മഞ്ഞളും 1/4 ടീസ്പൂൺ ഉലുവ, ഇത് 3 കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി വെച്ചതാണിത്. ഈ മസാല ഇതിലേക്ക് ചേർക്കാം. തീ കുറച്ച് വേണം ചേർക്കാൻ, കരിഞ്ഞു പോകരുത്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റുക. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. ഇപ്പോൾ മസാല നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് ചുടുവെള്ളം ഒഴിക്കുക.
അതിന് ശേഷം തീ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇതൊന്ന് തിളക്കണം നന്നായി. ഇപ്പോൾ അച്ചാർ നന്നായി തിളച്ച് ഗ്രേവി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വൈറ്റ് വിനിഗർ ഒഴിച്ച് കൊടുക്കുക. വിനിഗർ ഒഴിച്ചതിന് ശേഷം കുറച്ച് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മതി. കായപ്പൊടി കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 4 മാങ്ങ ചെറുതായി അരിഞ്ഞു വെച്ചതാണിത്. തൊലിയുടെ കൂടെ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ അച്ചാറിന് വേണ്ട ഉപ്പും ചേർത്ത് അരമണിക്കൂർ തിരുമ്മി വെച്ചതാണ്. ഈ മാങ്ങ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. മാങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കുക. എന്നിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്യണം. ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഒരു 2 നുള്ളു പഞ്ചസാര ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ചൂടാറിയാൽ കുപ്പിയിലാക്കി വെക്കാം. ഇപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം കുപ്പിയിലേക്ക് മാറ്റാം. ഇത് സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന, ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റിയാണ്. ഓണവും പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.